എല്ലാവർക്കും നമസ്കാരം. ഇന്നത്തെ നമ്മുടെ സത്സംഗം ആരംഭിക്കുകയാണ്. എല്ലാ ദിവസത്തെയും പോലെ ഈ ഒരു കർമ്മത്തെ ആ സർവേശ്വരൻ്റെ പാദങ്ങളിൽ അർപ്പിച്ചുകൊണ്ട് നമുക്ക് ആരംഭിക്കാം. ഭാഗവതം പറയാനും കേൾക്കാനുമുള്ള അനുഗ്രഹവും അനുവാദവും നൽകണേ ഈശ്വര. ഓം നമഃ ശിവായ. ഓം ഗും ഗുരുഭ്യോ നമഃ. ഓം നമോ നാരായണായ. ശ്രീമദ് മഹാഭാഗവതം ചതുർത്ഥ സ്കന്ധം അധ്യായം 12 ശ്ലോകം 13. അതാണ് ഇനി നമ്മൾ ഇന്ന് നോക്കുന്നത്. നമുക്ക് അറിയാം, ധ്രുവൻ തിരിച്ച് ഭഗവാനിലേക്ക് മടങ്ങുന്നതാണ് നമ്മൾ കാണുന്നത്. അപ്പോൾ കഴിഞ്ഞ ദിവസം നമ്മൾ പറഞ്ഞു, ധ്രുവൻ മഹാരാജാവിനെ സ്വയംഭൂ മനു ഉപദേശിച്ചതിന് ശേഷം മുത്തശ്ശൻ പോയി. ധ്രുവൻ തിരിച്ച് കൊട്ടാരത്തിലേക്ക് തന്നെ വന്നു. അതിനുശേഷം ആ വരുന്നതിന് മുൻപ് യുദ്ധം വേണ്ട എന്ന് തീരുമാനിച്ചപ്പോഴേക്കും ധ്രുവൻ്റെ മനസ്സിലെ കോപമൊക്കെ ശമിച്ചപ്പോൾ കുബേരൻ മറ്റു യക്ഷകിന്നരന്മാരോടുകൂടി നേരെ ധ്രുവൻ്റെ അടുത്തേക്ക് വരികയും കുബേരൻ, അതായത് യക്ഷന്മാരുടെ രാജാവ് കുബേരൻ, ധ്രുവനെ ഉപദേശിക്കുകയും ചെയ്ത് ധ്രുവന് അനുഗ്രഹം എന്താണ് വേണ്ടത് ചോദിച്ചു കൊള്ളാൻ പറഞ്ഞപ്പോൾ ധ്രുവൻ പറഞ്ഞത് ഭഗവാനിലുള്ള അചഞ്ചലമായ ഭക്തി, സ്മരണ, സദാസമയവും ഭഗവത് ശക്തിയെക്കുറിച്ചുള്ള സ്മരണ തനിക്കുണ്ടാവണം. അതിൽ നിന്ന് മനസ്സ് വിട്ടു പോകരുത്. അത് മാത്രമാണ് അനുഗ്രഹമായി ആവശ്യപ്പെട്ടത്. ആ അനുഗ്രഹം കൊടുത്തുകൊണ്ട് കുബേരൻ അവിടെ നിന്ന് അന്തർദാനം ചെയ്യുന്നു. ധ്രുവൻ നഗരത്തിലേക്ക് തിരിച്ചു വരുന്നു. തുടർന്ന് 36,000 വർഷമാണല്ലോ. അന്ന് 5 വയസ്സുള്ളപ്പോൾ ഭഗവാന്റെ അനുഗ്രഹം കിട്ടിയപ്പോൾ 36,000 വർഷം ഭൂമിയിൽ ജീവിക്കണം എന്നാണ് പറഞ്ഞിരുന്നത്. അപ്പോൾ ഇപ്പോൾ വളർന്നു വലുതായി രാജാവായി. അപ്പോൾ കുറേ വർഷങ്ങൾ പിന്നിട്ടു. തുടർന്നുള്ള അതും ആയിട്ടില്ല, ഇനിയും തുടർന്നുള്ള കാലം കുബേരൻ ജീവിച്ചത് യാഗയജ്ഞാദി കർമ്മങ്ങളൊക്കെ നടത്തി, വലിയ വലിയ ദാനധർമ്മങ്ങളൊക്കെ നടത്തി, ആ ഭഗവാനെ സ്തുതിച്ചും സ്മരിച്ചും ഭക്തിയോടുകൂടി ജീവിച്ചു. പുറമേ ബാഹ്യമായി ഇങ്ങനെയുള്ളൊരു കർമ്മം, വേദവിധി പ്രകാരമുള്ള യാഗയജ്ഞാദി കർമ്മങ്ങൾ ചെയ്യുന്നുണ്ടെങ്കിലും ഉള്ളുകൊണ്ട് കുബേരൻ പുറമേ ഇരിക്കുന്ന ഭഗവാനെയല്ല, തൻ്റെ തന്നെ ശരീരത്തെ സ്വീകരിച്ചിരിക്കുന്ന, തൻ്റെ ശരീരത്തിൽ വസിക്കുന്ന, സർവചരാചരങ്ങളിലും ഇരിക്കുന്ന ആത്മാവായിരിക്കുന്ന ആ ഈശ്വരനെയാണ് ഭക്തിയോടുകൂടി ആരാധിച്ചിരുന്നത്, സദാ സ്മരിച്ചിരുന്നത്. ഈ സ്മരണ എന്ന് പറയുമ്പോൾ, ഈശ്വര സ്മരണ എന്ന് പറയുമ്പോൾ ഉള്ളിൽ തന്നെ ഇരിക്കുന്ന ആ ഈശ്വരനെ സ്മരിക്കുകയാണ് ചെയ്യുന്നത്. ആ സ്മരണയോടുകൂടിയിട്ട് ജീവിക്കാൻ തുടങ്ങിയപ്പോൾ തന്നിലും സർവചരാചരങ്ങളിലും ആ ഭഗവാനെ കാണാൻ സാധിച്ചു. അങ്ങനെ വന്നപ്പോൾ ധ്രുവൻ്റെ സ്വഭാവം തന്നെ മാറാൻ തുടങ്ങി. അതായത് നല്ല സദ്ഗുണസമ്പന്നനായി മാറി. ബ്രഹ്മത്തെ അറിഞ്ഞ ബ്രഹ്മർഷിമാരെ ബഹുമാനിക്കുന്ന, ധാർമ്മിക മൂല്യങ്ങളുടെ സംരക്ഷകനായി മാറിയപ്പോൾ പ്രജകൾ തന്നെ ധ്രുവനെ അവരുടെ പിതാവായി കാണാൻ തുടങ്ങിയെന്ന്. ആ അവസ്ഥയിലേക്ക് ധ്രുവൻ ഉയർന്നു. ഇനി എന്താണ് സംഭവിച്ചത്? അതാണ് നമ്മൾ ശ്ലോകം 13 കാണുന്നത്. 36 വർഷസാഹസ്രം ശശാസ ക്ഷിതിമണ്ഡലം ഭോഗൈഃ പുണ്യക്ഷയം കുറുവൻ അഭോഗൈ അശുഭക്ഷയം. 36 36 വർഷസാഹസ്രം, 1000 വർഷം എന്ന് വെച്ചാൽ 36,000 വർഷം. ശശാസ ഭരിച്ചു, ക്ഷിതിമണ്ഡലം ഭൂമിയിൽ. ആ ധ്രുവൻ അങ്ങനെ 36,000 വർഷമായിരുന്നു ധ്രുവൻ ഭൂമിയുടെ ചക്രവർത്തിയായിരുന്നത്, ഭൂമി ഭരിച്ചിരുന്നത്. അങ്ങനെ ജീവിച്ച് ഭോഗൈഹി, ഭോഗൈ എന്ന് പറഞ്ഞാൽ എല്ലാ സുഖങ്ങളും അനുഭവിച്ചു. പുണ്യക്ഷയം, പുണ്യം ക്ഷയിക്കുന്നത് വരെ എല്ലാ സുഖഭോഗങ്ങളും അനുഭവിച്ചു. സുഖം അനുഭവിക്കുക മുൻജന്മത്തിൽ എന്ത് ചെയ്യുമ്പോഴാണ് ഈ ജന്മത്തിൽ നമുക്ക് സുഖം കിട്ടുക? പുണ്യം ചെയ്യുമ്പോൾ, അല്ലേ? ദുഃഖം വരുന്നതോ മുൻജന്മത്തിൽ പാപം ചെയ്തവർക്കാണ് ഈ ജന്മത്തിൽ ദുഃഖം വരിക. അപ്പോൾ മുൻജന്മത്തിലൊക്കെ ചെയ്തിട്ടുള്ള പുണ്യം അനുഭവിച്ച് തീർക്കുന്നതിന് പുണ്യം ക്ഷയിക്കുന്നത് വരെ എല്ലാ സുഖങ്ങളെയും ധ്രുവൻ ഭൂമിയിൽ അനുഭവിച്ചു. ഇനി അഭോഗൈഹി അശുഭക്ഷയം. അഭോഗൈഹി എന്ന് വെച്ചാൽ ദുഃഖങ്ങളും അനുഭവിച്ചു. അശുഭക്ഷയം, ധ്രുവൻ ചെയ്ത മുൻജന്മങ്ങളിലൊക്കെ ചെയ്തു വെച്ച പാപകർമ്മങ്ങളുടെ ഫലം, ആ പാപത്തിൻ്റെ ഫലം ക്ഷയിക്കുന്നത് വരെ, അതുവരെ ആ പാപകർമ്മങ്ങളുടെ എല്ലാ അനുഭവങ്ങളും ദുഃഖങ്ങളും അനുഭവിച്ചു. പുണ്യം ക്ഷയിക്കുന്നത് വരെ എല്ലാ സുഖഭോഗങ്ങളെ അനുഭവിച്ച്
കുറുവൻ അങ്ങനെ ജീവിച്ചു എന്ന് മനസ്സിലായോ. അപ്പോൾ 36,000 വർഷം ധ്രുവൻ അങ്ങനെ അവൻ ചെയ്ത പുണ്യകർമ്മങ്ങളുടെ പുണ്യഫലങ്ങൾ സുഖഭോഗങ്ങളായി അനുഭവിച്ചും പാപകർമ്മങ്ങളുടെ പാപഫലമാകുന്ന ദുഃഖങ്ങൾ അനുഭവിച്ചും 36,000 വർഷം ഭൂമിയുടെ ചക്രവർത്തിയായിരുന്ന ധ്രുവൻ ഭൂമിയെ ഭരിച്ച് അങ്ങനെ ജീവിച്ചു. ഭഗവാൻ പറഞ്ഞതുപോലെ തന്നെ. ശ്ലോകം 14. ഏവം ബഹുസവം കാലം മഹാത്മാ അവിചല ഇന്ദ്രിയഃ ത്രിവർഗ ഔപയികം നീത്വാ പുത്രായ അദാത് നൃപാസനം. ഏവം ഇപ്രകാരം ബഹുസവകാലം ഒരുപാട് വർഷക്കാലം മഹാത്മാവായിട്ടുള്ള ധ്രുവൻ അവിചല ഇന്ദ്രിയങ്ങൾ ചലിക്കുന്നുണ്ടെങ്കിലും അതോടൊപ്പം മനസ്സ് ചലിക്കാതെ, മനസ്സെവിടെയാ? സദാ കുബേരനിൽ നിന്ന് അനുഗ്രഹം വാങ്ങിയല്ലോ, നിരന്തര സ്മരണ ഭഗവാനെ കുറിച്ച്. ആ സ്മരണ മനസ്സുകൊണ്ടല്ലേ. അപ്പോൾ മനസ്സ് ചലിക്കുന്നില്ല, ഇന്ദ്രിയങ്ങൾ ചലിക്കുന്നു. അപ്പോൾ അതാണ് അവിചല ഇന്ദ്രിയങ്ങളോടൊപ്പം ചലിക്കാത്ത മനസ്സ് എന്ന് വെച്ചാൽ ഇന്ദ്രിയങ്ങളെ അടക്കി പിടിച്ച മനസ്സോട് കൂടിയിട്ട് മഹാത്മാവായ ധ്രുവൻ വർഷക്കാലം, ഒരുപാട് വർഷക്കാലം ഇങ്ങനെ ഭൂമി ഭരിച്ചിട്ട് ത്രിവർഗ ഔപയികം, ത്രിവർഗം എന്ന് വെച്ചാൽ പുരുഷാർത്ഥങ്ങളിൽ ആദ്യത്തെ 3 ത്രിവർഗം, ധർമ്മം അർത്ഥം കാമം, ഈ 3 കാര്യങ്ങളെയും അനുസരിച്ച് നീത്വ ഭൂമിയിൽ അങ്ങനെ ജീവിച്ചു. അപ്പോൾ അവിടെ മോക്ഷം എത്തിയിട്ടില്ല. ഈ 3 കാര്യങ്ങളോടുകൂടി ഭൂമിയിൽ ജീവിച്ചിട്ട് അവസാനം പുത്രായ തൻ്റെ പുത്രന് നൃപാസനം, ആ രാജസിംഹാസനം ആദത്ത് നൽകിയിട്ട് ധ്രുവൻ അതിൽ നിന്നൊക്കെ വിരക്തനായി എന്ന്. അപ്പോൾ 36,000 വർഷം അങ്ങനെ ഒരുപാട് കാലം അദ്ദേഹം മനസ്സ് ചലിക്കാതെ, ഇന്ദ്രിയങ്ങളൊക്കെ എല്ലാ കർമ്മങ്ങളും ചെയ്യുന്നു, അതോടുകൂടി മനസ്സ് ചലിക്കാതെ ഇന്ദ്രിയങ്ങളെ അടക്കി ധർമ്മ അർത്ഥ കാമം, ഭൂമിയിൽ ജീവിക്കുമ്പോൾ ഇത് 3 വേണം അല്ലേ? ധാർമ്മികമായ രീതിയിൽ നമുക്ക് എല്ലാ അർത്ഥവും കാമവും ഒക്കെ അനുഭവിച്ച് ജീവിക്കേണ്ടി വരും. അപ്പോൾ ഇതൊക്കെ അനുഭവിച്ച് അങ്ങനെ അവസാനം കുറേ കാലം 36,000 വർഷം പൂർത്തിയായപ്പോൾ ധ്രുവൻ ഇതിൽ നിന്നൊക്കെ വിരക്തനായി പാകപ്പെട്ടപ്പോൾ ധ്രുവൻ എന്ത് ചെയ്തു? സ്വന്തം പുത്രനെ സിംഹാസനം ഏൽപ്പിച്ച് ആ ഭരണ ചുമതല അവസാനിപ്പിച്ചു. ശ്ലോകം 15. മന്യമാനഃ ഇദം വിശ്വം മായാരചിതം ആത്മനി അവിദ്യാരചിത സ്വപ്നഗന്ധർവ നഗര ഉപദം. ധ്രുവന് മനസ്സിലായ ഒരു കാര്യം, അതോടുകൂടി ഇത്രയും വർഷമുണ്ടല്ലോ, നോക്കൂ, 36,000 വർഷം ഭൂമിയിൽ ജീവിച്ച് തീർത്തോടുകൂടി ധ്രുവൻ പാകപ്പെട്ടു എന്ന്. അപ്പം ഇന്നത്തെ കലിയുഗത്തിൻ്റെ കണക്ക് വെച്ച് ഒരാൾക്ക് 100 വയസ്സ് ആയുസ്. അപ്പം എത്ര ജന്മങ്ങൾ എടുത്തപ്പോഴാണ് ആ ധ്രുവൻ പാകപ്പെട്ടത് എന്ന് ഓർക്കുക. ഇന്നത്തെ കണക്ക് വെച്ച് നോക്കുമ്പോൾ, ആയുസിൻ്റെ കണക്ക് വെച്ച് നോക്കുമ്പോൾ ഒരുപാട് ജന്മങ്ങൾ. അന്ന് സത്യയുഗത്തിൽ അത് ആ കണക്കല്ലല്ലോ. 10,000 വർഷമാണ് ഒരാളുടെ ആയുസ്. അപ്പം 36,000 അല്ല, 1,00,000 വയസ്സ് വരെ, 1,00,000 വർഷം വരെയാണ് ഒരു മനുഷ്യൻ്റെ ആയുസ് ഉണ്ടായിരുന്നത് സത്യയുഗത്തിൽ. അപ്പോൾ 36,000 വർഷം അതിൽ അത്രയും വർഷങ്ങൾ ജീവിച്ചപ്പോഴാണ് ധ്രുവൻ പാകപ്പെട്ടത്. ആ മനസ്സ് പാകപ്പെട്ടത് എങ്ങനെയാണെന്നോ ധ്രുവൻ മനസ്സിലാക്കിയെന്ന ഒരു കാര്യം. മന്യമാനഃ ധ്രുവൻ മനസ്സിലാക്കി, ഇദം വിശ്വം ഈ പ്രപഞ്ചം അവിദ്യാരചിത, മായയാൽ നിർമ്മിതമാണ് ഈ കാണുന്ന പ്രപഞ്ചം. എന്ന് വെച്ചാൽ സത്വരജ തമോ ഗുണങ്ങളാകുന്ന ത്രിഗുണങ്ങളുടെ തോതിൽ വരുന്ന വ്യതിയാനത്താൽ പല രൂപങ്ങളും ഉണ്ട് എന്ന് നമുക്ക് തോന്നുന്ന ഒരു തോന്നൽ മാത്രമാണ്, മായയാൽ സൃഷ്ടിക്കപ്പെടുന്ന ഒരു തോന്നൽ മാത്രമാണ് ഈ പ്രപഞ്ചമെന്ന് ധ്രുവന് മനസ്സിലായി. സ്വപ്ന ഗന്ധർവ നഗര ഉപതം, സ്വപ്നത്തിൽ കാണുന്ന ഒരു ഗന്ധർവ നഗരം ഉണ്ടല്ലോ എന്നതുപോലെയാണ് ഈ പ്രപഞ്ചം. അത് യാഥാർത്ഥ്യമല്ല സ്വപ്നത്തിൽ കാണുന്നത്. സ്വപ്നത്തിൽ കണ്ട് ഒരു ഗന്ധർവ നഗരം കാണുന്നത് പോലെ യാഥാർത്ഥ്യമല്ല ഈ പ്രപഞ്ചമെന്ന് ധ്രുവന് മനസ്സിലായി. അപ്പോൾ മായാരചിതം ആത്മനി ശരീരത്തെ സ്വീകരിച്ചിരിക്കുന്ന, ശരീരത്തിലിരിക്കുന്ന ആ ആത്മാവ് മായാരചിതം, മായയാൽ സൃഷ്ടിക്കപ്പെട്ടതാണ് ഈ പ്രപഞ്ചമെന്ന് ആ ആത്മാവിനെ മറച്ചിട്ട് ഈ മായയാൽ സൃഷ്ടിക്കപ്പെട്ടതാണ് ഈ പ്രപഞ്ചമെന്ന വാസ്തവം ധ്രുവൻ തിരിച്ചറിഞ്ഞു എന്ന് മനസ്സിലായോ. അപ്പോൾ മായയാൽ സൃഷ്ടിക്കപ്പെട്ടതാണ് ഈ പ്രപഞ്ചം എന്നുള്ള വാസ്തവം. അപ്പോൾ ആത്മാവ് എന്ന സങ്കല്പം അവിടെ മറഞ്ഞു. ഞാൻ ആത്മാവാണ് എന്ന സങ്കല്പം മറഞ്ഞ് ഇന്ദ്രിയങ്ങൾ കൊണ്ട് കാണുന്ന മായയാൽ സൃഷ്ടിക്കപ്പെട്ടതാണ് ഈ പ്രപഞ്ചം, ഇത് യാഥാർത്ഥ്യമല്ല എന്നുള്ള വാസ്തവം ഇത്രയും വർഷം സുഖദുഃഖ സമ്മിശ്രമായ ജീവിതം ജീവിച്ചു തീർത്തപ്പോഴാണ് ധ്രുവന്റെ മനസ്സ് പാകപ്പെട്ടത്. നമുക്കൊരു കാര്യം ഇതിൽ നിന്ന് മനസ്സിലാക്കാം. ഏതൊരു വ്യക്തി, ഇപ്പം ധ്രുവൻ തപസ് ചെയ്ത് ഭഗവാന്റെ പരമപദപ്രാപ്തി കണ്ടതാണ്.
ആ അവസ്ഥയിലെത്തിയ ധ്രുവൻ പോലും പിന്നീട് ഭൗതിക ജീവിതം ജീവിച്ചപ്പോൾ മനസ്സ് ഭഗവാനിൽ നിന്നൊക്കെ പോയി കാമക്രോധ വികാരങ്ങളൊക്കെ കടന്നു വന്ന ഞാനെന്ന അഹങ്കാരത്തിൽ കൂടെ പോയപ്പോഴും ധ്രുവനെ നയിക്കാൻ ഒരു ഗുരു ഉണ്ടായി. അതായത് ഒരു ഗുരുവിൻ്റെ സ്ഥാനത്ത് നിന്ന് സ്വയംഭുവ മനു മുത്തശ്ശൻ വന്ന് ധ്രുവന് ഉപദേശിച്ചു കൊടുത്ത് ധ്രുവന്റെ ജീവിതത്തെ വഴി തുറന്നു വിട്ടു, യഥാർത്ഥ വഴിയിലേക്ക് തിരിച്ചു. ധ്രുവൻ ഇങ്ങനെ വഴി തെറ്റിപ്പോവായിരുന്നു മായയിൽപ്പെട്ടിട്ട്. അപ്പോൾ ഭഗവാന്റെ നിർദ്ദേശത്താൽ മുത്തശ്ശൻ വന്നു, നിർദ്ദേശം കൊടുത്തു, ധ്രുവന്റെ വഴി കറക്റ്റാക്കി. പക്ഷെ അത് കഴിഞ്ഞിട്ടും ഈ നേടിയ അറിവിനെ ജീവിച്ചനുഭവിച്ചറിഞ്ഞാലേ ഒരുവൻ പൂർണ്ണമായ മുക്തിയെ പ്രാപിക്കൂ എന്നുള്ളത് ധ്രുവന്റെ കഥ മനസ്സിലാക്കി തരുന്നു. സ്വയംഭുവ മനു ഉപദേശിച്ചു കൊടുത്തു, ധ്രുവൻ കറക്റ്റ് വഴി തെറ്റാണ് പോണത് എന്ന് മനസ്സിലായി തിരിച്ചു. കോപം, ആ യുദ്ധം അവസാനിപ്പിച്ചു, കോപമൊക്കെ കളഞ്ഞ് മുത്തശ്ശൻ പറഞ്ഞ വഴിയിലേക്ക് എത്തി. ഇനി ആ വഴിയിൽ ജീവിച്ച് ഈശ്വരൻ എന്തെന്ന് അനുഭവിച്ചറിയുന്ന ഒരു അവസ്ഥയെ കൂടി കടന്നാൽ മാത്രമേ പരമമായ മുക്തിയിലേക്ക് എത്താൻ സാധിക്കുകയുള്ളൂ. അതാണ് ഇത്രയും കഴിഞ്ഞിട്ടും ആ 36,000 വർഷം ധ്രുവൻ ജീവിച്ച് സുഖ ദുഃഖ സമ്മിശ്രമായ ജീവിതം ജീവിച്ച് തീർത്തപ്പോഴാണ് ധ്രുവന് ശരിക്കും മനസ്സിലായത് അവസാനമായപ്പോഴേക്കും ഇതൊക്കെ ഈ കാണുന്നത് ഒരു വെറും മിഥ്യയാണ്, മായയാണ്. ഇതിൻ്റെ പിന്നാലെ ഒന്നിനോടും ആസക്തി വെച്ച് മമത വെച്ച് മനുഷ്യൻ ഓടണ്ട, ഓടിയിട്ട് ഒരു കാര്യമില്ല. എത്ര ഓടിയാലും എന്തൊക്കെ നേടിയാലും പൂർണ്ണ സംതൃപ്തി ഒരാളുടെ മനസ്സിനും വരില്ല എന്ന്. കാരണം അറിയേണ്ടതിനെ അറിഞ്ഞാൽ മാത്രമേ മനസ്സിന് സംതൃപ്തി വരുള്ളൂ. അതുകൊണ്ട് തന്നെ ഈ കാണുന്നതിൻ്റെ പിന്നാലെ മമത വെച്ച് ഓടിയിട്ട് ഒരു കാര്യവുമില്ല, അവസാനം ദുഃഖമായിരിക്കും ഫലമെന്ന് ധ്രുവൻ തിരിച്ചറിഞ്ഞു. ആ സമയമായപ്പോഴേക്കും മനസ്സിലാക്കി. ശ്ലോകം 16. ആത്മാ സ്ത്രീ അപത്യ സുഹൃദഃ ബലം ഋദ്ധകോശം അന്തപുരം പരിവിഹാരഭുവഃ ച രമ്യഃ ഭൂമണ്ഡലം ജലതി മേഖലം ആകലയ്യ കാല ഉപസൃഷ്ടം ഇതി സ പ്രയയൗ വിശാലാം. ധ്രുവൻ മനസ്സിലാക്കിയ കാര്യമാണ് കേട്ടോ. ആത്മാ, ഞാനുണ്ടല്ലോ, എൻ്റെ ഈ ശരീരം, സ്ത്രീ എൻ്റെ ഭാര്യ, അപത്യ എൻ്റെ സന്താനങ്ങൾ, സുഹൃദഃ എൻ്റെ ബന്ധുമിത്രാദികൾ സുഹൃത്തുക്കൾ, ബലം എൻ്റെ സൈനിക ശക്തി, ഋദ്ധകോശം എൻ്റെ നിറഞ്ഞു തുളുമ്പുന്ന ഖജനാവ് ഇഷ്ടംപോലെ സമ്പത്ത്, അന്തപുരം എൻ്റെ രാജകൊട്ടാരം, പരിവിഹാരഭുവഃ ച രമ്യ മനോഹരമായ കൊട്ടാര ഉദ്യാനങ്ങൾ, ഇതെല്ലാം ഭൂമണ്ഡലം, ഇതെല്ലാം നിറഞ്ഞ ഈ ഭൂമി, ജലതി ജലം സമുദ്രവും, ജലതി മേഖലം ആകല്യയ ജലത്താൽ ചുറ്റപ്പെട്ട ഈ ഭൂമണ്ഡലം, ഈ ഭൂപ്രദേശം, ഇത് എൻ്റെ സ്വന്തം എന്ന് ഞാൻ വിചാരിക്കേണ്ട. ഇതെല്ലാം കാല ഉപസൃഷ്ടം ഇതി, കാലസ്വരൂപനായ ഭഗവാനാൽ സൃഷ്ടിക്കപ്പെട്ടതാണ് എന്ന് ഇപ്രകാരം മനസ്സിലാക്കിയ ധ്രുവൻ വിശാലാം എന്നുവെച്ചാൽ ബദര്യാശ്രമത്തിലേക്ക് പ്രയയൗ, എല്ലാം ഉപേക്ഷിച്ച് പോയി എന്ന്. ഞാൻ എൻ്റെ ഭാര്യ, ഞാൻ എന്നുവെച്ചാൽ എൻ്റെ ഈ ശരീരം, അപ്പോൾ ശരീരബോധവും വിട്ടു. എൻ്റെ ഭാര്യ, എൻ്റെ മക്കൾ, എൻ്റെ രാജകൊട്ടാരം, എൻ്റെ സൈനിക ശക്തി, എൻ്റെ ഖജനാവ്, എൻ്റെ അന്തപുരം, മനോഹരമായ ഉദ്യാനം, പിന്നെ ഞാൻ ചക്രവർത്തിയായിരിക്കുന്ന ജലത്താൽ സമുദ്രത്താൽ ചുറ്റപ്പെട്ട് നിൽക്കുന്ന ഈ ഭൂമി, ഈ ഭൂമണ്ഡലം, ഇതൊന്നും ഞാൻ സൃഷ്ടിച്ചതല്ല, എൻ്റെ സ്വന്തമല്ല. ഇതെല്ലാം കാലസ്വരൂപനായിരിക്കുന്ന ആ പ്രകൃതി എന്ന ശക്തിയാണ് ഇതിൻ്റെ സൃഷ്ടാവ് എന്ന് തിരിച്ചറിഞ്ഞപ്പോൾ, സൃഷ്ടിക്കപ്പെട്ടതാണ് ഇതെല്ലാം എന്ന് തിരിച്ചറിഞ്ഞപ്പോൾ, അതുകൊണ്ട് തന്നെ ഒരു കാലത്ത് ഇതെല്ലാം ഇല്ലാതാവുകയും ചെയ്യും. എന്നും എക്കാലത്തും ഇതെൻ്റെ സ്വന്തമായിരിക്കുകയില്ല. ഇത് എന്നെങ്കിലും പ്രകൃതി തന്നെ സൃഷ്ടിച്ചതാണ് ഇത് എന്നതുകൊണ്ട് തന്നെ ഇതിനൊരു അവസാനവുമുണ്ട് എന്ന് തിരിച്ചറിഞ്ഞ ധ്രുവൻ അതിൽ നിന്നൊക്കെ മനസ്സുകൊണ്ട് മുക്തമായി. ഈ ശരീരം ഉണ്ടായിക്കഴിഞ്ഞാൽ ഇതിനൊരു അവസാനം ഉണ്ടല്ലോ. ഞാൻ എന്ന ബോധത്തിൽ നിന്നൊക്കെ മുക്തനായിട്ട് രാജ്യവും ഭരണവും ഒക്കെ ഉപേക്ഷിച്ച് മകനെ ഏൽപ്പിച്ച് അദ്ദേഹം ബദര്യാശ്രമത്തിലേക്ക് പോയി. ഇനി അവിടെ ചെന്ന് എന്ത് ചെയ്തു? ശ്ലോകം 17. തസ്യാം വിശുദ്ധകരണഃ ശിവവാഹ വിഗാഹ്യ ബദ്ധ്വാ ആസനം ജിത മരുത് മനസ ആഹൃത അക്ഷഃ സ്ഥൂലേ ദധാര ഭഗവത് പ്രതിരൂപ ഏതത് ധ്യായന്തത് അവ്യവഹിതഃ വിസൃജ്യതി സമാധൗ. തസ്യാം, ആ ബദരികാശ്രമത്തിലെത്തിയിട്ട് ധ്രുവൻ ശിവവാഹ, പരിശുദ്ധമായ അവിടുത്തെ ജലത്തിൽ, വിഗാഹ്യ,
സ്നാനം ചെയ്തു വന്ന് വിശുദ്ധകരണഃ ശരീരത്തെ അതായത് ഈ പഞ്ചേന്ദ്രിയങ്ങളെ എല്ലാം ശുദ്ധീകരിച്ചു. ബദരിയാശ്രമത്തിൽ എത്തിയ വഴിക്ക് അവിടുത്തെ പരിശുദ്ധമായ ജലത്തിൽ ഒന്ന് സ്നാനം ചെയ്തു വന്ന് ശരീരത്തെ ശുദ്ധീകരിച്ചു. കാരണം അഷ്ടാംഗ യോഗത്തിൽ ആദ്യം പറയുന്നത് യമനിയമങ്ങളാണ് അല്ലേ. ആദ്യം ശരീരശുദ്ധി അത് ചെയ്തു. ഇനി വേണ്ടത് എന്താ? മനസ്സിൻ്റെ ശുദ്ധിയാണ്. അതിന് ബന്ധ ആസനം, നല്ല എന്താ പറയുക, ശരീരത്തിന് വേറെ ബുദ്ധിമുട്ടുകളൊന്നും ഇല്ലാത്ത രീതിയിൽ നല്ല ഒരു ആസനത്തിൽ അവിടെ ഇരുന്നു. എന്നിട്ട് ജിത നിയന്ത്രിച്ചു അല്ലെങ്കിൽ ജയിച്ചു എന്ന് പറയാം. മരുത്ത് പ്രാണവായുവിനെ, ധ്യാനത്തിലിരുന്ന് പ്രാണവായുവിനെ നിയന്ത്രിച്ചു എന്ന് പറഞ്ഞാൽ ശ്വാസം എടുക്കുന്നതും പ്രാണവായു എടുക്കുന്നതും പുറത്തേക്ക് വിടുന്നതും മനസ്സാൽ ശ്രദ്ധിച്ചുകൊണ്ട് ഇരുന്നു. അങ്ങനെ പ്രാണവായുവിനെ അടക്കി മനസ്സ ആഹൃത അക്ഷഹ, മനസ്സുകൊണ്ട് ആഹൃതാക്ഷഹ എന്ന് വെച്ചാൽ ഇന്ദ്രിയങ്ങളെയും നിയന്ത്രിച്ചു, അടക്കി. എന്നിട്ട് സ്ഥൂലമായ രൂപത്തിലുള്ള ദദാര എന്ന് വെച്ചാൽ മനസ്സിനെ ഏകാഗ്രമാക്കിയെന്ന്. സ്ഥൂലമായ ഭഗവാന്റെ ഭഗവത് പ്രതിരൂപ, അതായത് ഭഗവാന്റെ സ്ഥൂല രൂപം, ഏറ്റവും വലിയ ഭഗവാന്റെ സ്ഥൂല രൂപം ഏതായിരിക്കും? വിരാട് സ്വരൂപ രൂപം അല്ലേ. ഏറ്റവും വലിയ ഈ 14 ലോകങ്ങളെയും ഉൾക്കൊണ്ടുകൊണ്ടിരിക്കുന്ന വിരാട് സ്വരൂപനാണ് ഭഗവാന്റെ സ്ഥൂലമായിട്ടുള്ളതിൽ ഏറ്റവും വലിയ രൂപം. അതാണ് സ്ഥൂലേ ഭഗവത് പ്രതിരൂപം. സ്ഥൂലമായ ഭഗവാന്റെ ആ പ്രതിരൂപം എന്ന് പറയുന്ന വിരാട് സ്വരൂപ രൂപത്തെ ആ മനസ്സുകൊണ്ട് അദ്ദേഹം ദധാര, കണ്ണടച്ച ധ്യാനത്തിൽ വിരാട് സ്വരൂപനെയാണ് കണ്ടുകൊണ്ടിരുന്നത് എന്ന്. മുഴുവൻ പ്രപഞ്ചവും ഏകമായിരിക്കുന്ന ഭഗവാനിലിരിക്കുന്ന ആ വിരാട് സ്വരൂപ രൂപത്തെ മനസ്സിൽ കണ്ടുകൊണ്ടാണ് അദ്ദേഹം ധ്യാനിച്ചത്. അങ്ങനെ ധ്യാനിച്ച് തത് അവ്യവഹിത, അതായത് ആ ധ്യാനത്തിൻ്റെ അവസാനം അവ്യവഹിത എന്ന് വെച്ചാൽ ആ വിരാട് സ്വരൂപൻ വരെ പോയിട്ട് ആ വിരാട് സ്വരൂപൻ വരെ ഇല്ലാതായിട്ട് നിർഗുണമായിരിക്കുന്ന ആ ഭഗവാനും ഞാനും ഞാൻ തന്നെ ഭഗവാനാകുന്ന ഒരു അവസ്ഥയിലേക്ക് എത്തിയിട്ട് വിസൃജത് സമാധൗ എന്ന് വെച്ചാൽ സമാധി അവസ്ഥയെ വിസൃജത്, അതിലേക്ക് പ്രവേശിച്ചു എന്ന്. ശൂന്യമായതിലേക്ക് പ്രവേശിച്ചു. ആദ്യം ബദരിയാശ്രമത്തിലെത്തി, ജലത്തിൽ സ്നാനം കഴിഞ്ഞു, ശരീരശുദ്ധി വരുത്തി. പിന്നെ ധ്യാനത്തിന് നല്ലൊരു ആസനത്തിലിരുന്നു, മനസ്സ് പ്രാണവായുവിനെ നിയന്ത്രിച്ചു, മനസ്സിനെ ഏകാഗ്രമാക്കി, ഇന്ദ്രിയങ്ങളെ അടക്കി. അതിനുശേഷം ഭഗവാന്റെ ഏറ്റവും വലിയ സ്ഥൂല രൂപം വിരാട് സ്വരൂപ രൂപത്തെ മനസ്സിൽ കണ്ടുകൊണ്ട് അത് തന്നെ കണ്ടുകൊണ്ടിരുന്ന് ധ്യാനിച്ചു. ആ ധ്യാനത്തിൻ്റെ ഉയർന്ന അവസ്ഥയിൽ എത്തിയപ്പോൾ, അതങ്ങനെ മുന്നോട്ട് പോയി കുറേ ഉയർന്ന അവസ്ഥയിൽ എത്തിയപ്പോൾ ആ വിരാട് സ്വരൂപ രൂപം പോലും ഇല്ലാത്ത അവസ്ഥയിൽ ഞാൻ തന്നെയാണ് ഭഗവാൻ എന്ന അവസ്ഥയിലേക്ക് എത്തിയിട്ട് സമാധി അവസ്ഥയിലേക്ക്, ശൂന്യമായ, അപ്പോൾ ഒന്നുമില്ല, ശൂന്യതയാണ്. അപ്പോൾ വിരാട് രൂപവും പോയി, രൂപമില്ലാത്ത ശൂന്യതമായ ആ ഈശ്വരൻ എന്ന ആ ജ്ഞാനമാകുന്ന ഈശ്വരനിലേക്ക് പ്രവേശിച്ചു. ആ ശൂന്യതയിലേക്ക് അദ്ദേഹം പ്രവേശിച്ചു എന്നാണ് പറയുന്നത്. അങ്ങനെ ശ്ലോകം 18. ഭക്തിം ഹരൗ ഭഗവതി പ്രവഹൻ അജസ്രം ആനന്ദബാഷ്പകലയാ മുഹുഃ അർദ്യമാനഃ വിക്ലിദ്യമാന ഹൃദയഃ പുളകാഞ്ചിത അംഗ ന ആത്മാനം അസ്മരത് അസൗ ഇതി മുക്തലിംഗഃ അങ്ങനെ ആ സമാധി അവസ്ഥയിൽ എത്തിയപ്പോഴാണ് എന്താണ് അദ്വൈതമാകുന്ന ഈശ്വരൻ, ശൂന്യമാകുന്ന അവസ്ഥയെ അറിഞ്ഞപ്പോൾ ഭക്തിം ഹരൗ ഭഗവതി, ആ ഭഗവാൻ ശ്രീഹരിയിലുള്ള ഭക്തി പ്രവഹൻ, അതിലങ്ങോട്ട് മുഴുകിയിട്ട് അജസ്രം, നിരന്തരം എപ്പോഴും, അതായത് മുറിയാതെ ഇടതടവില്ലാതെ ആ പരമ ഭഗവാനിലുള്ള ഭക്തിയിൽ അങ്ങും മുഴുകിയപ്പോൾ ആനന്ദ ബാഷ്പകലയാ, കണ്ണിൽ നിന്നും സന്തോഷത്തിൻ്റെ ആ പരമാനന്ദം കിട്ടിയപ്പോൾ ഉണ്ടാകുന്ന കണ്ണീരിങ്ങനെ മുഹുഹു, വീണ്ടും വീണ്ടും ആ കണ്ണിൽ നിന്നും ധാരധാരയായ ആ ആനന്ദത്തെ അനുഭവിച്ചപ്പോൾ ഒഴുകാൻ തുടങ്ങിയെന്ന്. അതിനുശേഷം അർദ്യമാനഃ, അതിനെയും അടക്കി, പിന്നെ ആ കണ്ണീരുമില്ലാതെ വിക്ലിദ്യമാന ഹൃദയ, അതായത് എല്ലാത്തിനെയും, ഈ പ്രപഞ്ചത്തെയും എല്ലാത്തിനെയും സ്നേഹിക്കുന്ന സ്നേഹാർദ്രമായ ഹൃദയത്തോടുകൂടി പുളകാഞ്ചിത രോമാഞ്ചം കൊണ്ട് ഇരിക്കുന്ന ശരീരാവയവങ്ങളോട് കൂടിയ അദ്ദേഹം ആത്മാനം അസ്മരത് അസൗ ഇതി മുക്തലിംഗഃ എന്ന് വെച്ചാൽ
ലിംഗം ശരീരം, ഈ ശരീരബോധത്തിൽ നിന്നും മുക്തനായിട്ട്, ആ ഒരു തോന്നലില്ലാതെ അതിൽ നിന്നും മുക്തനായിട്ട് അദ്ദേഹം അസ്മരത് എന്ന് വെച്ചാൽ അതായത് സ്മരിക്കാതെയായി, സ്മരണ ഇല്ലാതെയായി, ആത്മാനം അതായത് ഞാൻ ആ ശരീരമാണെന്നുള്ള ബോധം, ആ ശരീരത്തെക്കുറിച്ചുള്ള ചിന്ത പൂർണ്ണമായും അദ്ദേഹത്തിന് ഇല്ലാതായി എന്നാണ് പറയുന്നത്. അപ്പോൾ ആ ഭക്തിയിൽ ഇങ്ങനെ മുഴുകി, ഭഗവാനുള്ള ഭക്തിയിൽ ഇങ്ങനെ മുഴുകി ഇങ്ങനെ നിന്നപ്പോൾ, ഇടതടവില്ലാതെ അതിങ്ങനെ സ്ഥിരമായി മുഴുകിയിരുന്നപ്പോൾ ലഭിച്ച പരമാനന്ദം കിട്ടിയപ്പോൾ ഇതാണ് ശരിക്കും ആനന്ദം. ഈ ഭൂമിയിൽ യുദ്ധം ചെയ്തും വെട്ടിപ്പിടിച്ചും സമ്പാദിച്ചതും ഒന്നുമല്ല പരമമായ ആനന്ദം. ഇതാണ് യഥാർത്ഥ ആനന്ദ അവസ്ഥ എന്ന് അറിഞ്ഞപ്പോൾ കണ്ണിൽ നിന്നും ധാരധാരയായി വീണ കണ്ണുനീരും തുടച്ചു കളഞ്ഞ് അദ്ദേഹം എല്ലാവരോടും ഒരു നിർമ്മലമായ സ്നേഹം മനസ്സിൽ വന്നു. ആ സ്നേഹഭാവത്തോടു കൂടി അപ്പോൾ ആ ഒരു അനുഭവം ലഭിച്ചപ്പോൾ ശരീരമാകെ രോമാഞ്ചം വന്നു അദ്ദേഹത്തിൻ്റെ ശരീരത്തിലാകെ. അങ്ങനെ ഞാൻ ഈ ശരീരമാണ് എന്നുള്ള ബോധം പൂർണ്ണമായും അദ്ദേഹത്തിൽ നിന്നും അകന്നു. ആത്മാവിൽ മനസ്സ് ലയിച്ചു എന്നർത്ഥം. ആ അവസ്ഥയിൽ എത്തിയ നിമിഷം ശ്ലോകം 19 സാദദർശ വിമാന അഗ്ര്യം നഭസഹ അവതരത് ധ്രുവഃ വിഭ്രാജയത് ദശ ദിശോ രാഗാപതിം ഇവ ഉദിതം. ആ അവസ്ഥയെ, അതാണ് പരമാനന്ദ അനുഭവം. ഭഗവാൻ എന്ന് പറയുന്ന പരമമായ ആനന്ദത്തെ അനുഭവിച്ചറിഞ്ഞ ആ നിമിഷത്തിൽ ആ ധ്രുവൻ ദദർശ കണ്ടു വിമാന അഗ്ര്യം, മനോഹരമായൊരു വിമാനമതാ നഭസ ആകാശത്തിൽ നിന്നും അവതരത് തൻ്റെ മുന്നിലേക്ക് താഴേക്ക് ഇറങ്ങി വരുന്നത് ധ്രുവഃ, ആ ധ്രുവൻ കണ്ടു. വിഭ്രാജയത് ദശദിശ, 10 ദിക്കുകളെയും പ്രകാശിപ്പിച്ചുകൊണ്ടായിരുന്നു ആ ഈ വിമാനം വന്നത്. രാഗാംപതി ഇവ, പൂർണ്ണചന്ദ്രനെ എന്ന പോലെ ഉദിതം, പ്രകാശിച്ചുകൊണ്ട് ആ വിമാനം കാണപ്പെട്ടു എന്ന്. ആ പരമാനന്ദമാകുന്ന ഭഗവത് അനുഭവം ഉണ്ടായ ആ നിമിഷം കണ്ണ് തുറന്നപ്പോൾ ധ്രുവൻ കാണുന്നത് തൻ്റെ മുന്നിൽ 10 ദിക്കുകളെയും പ്രകാശിച്ചുകൊണ്ട് പൂർണ്ണചന്ദ്രനെ പോലെ പ്രകാശിച്ചു നിൽക്കുന്ന ഒരു വിമാനം, അത് ആകാശത്ത് നിന്നും താഴേക്കിറങ്ങി വന്ന് തൻ്റെ മുന്നിൽ വന്ന് നിൽക്കുന്ന കാഴ്ച കണ്ടു. പിന്നെ അതിൻ്റെ ഉള്ളിലേക്ക് നോക്കിയപ്പോൾ ആ വിമാനത്തിൻ്റെ ഉള്ളിൽ അതാ 2 ദേവന്മാരിയ്ക്കുന്നു. ശ്ലോകം 20 തത്ര അനുദേവപ്രവരൗ ചതുർഭുജൗ ശ്യാമൗ കിശോരൗ അരുണാംബുജ ഈക്ഷണൗ സ്ഥിതൗ അവഷ്ടഭ്യ ഗദാം സുവാസസൗ കിരീടഹാര അങ്കത ചാരു കുണ്ടലൗ. എല്ലാം ഔ എന്ന് പ്രയോഗിക്കുന്നത് 2 പേരായതുകൊണ്ടാണ് കേട്ടോ. തത്ര, അതിനുശേഷം, ആ തത്ര അനു എന്ന് വെച്ചാൽ അതിനുശേഷം. അപ്പോൾ ആ വിമാനം വന്ന് നിൽക്കുന്നത് കണ്ടു. അതിനുശേഷം ദേവപ്രവരോ, 2 ദേവന്മാർ, ചതുർഭുജോ, 2 പേർക്കും 4 കൈകളുണ്ടെന്ന്. ഭഗവാന്റെ പാർഷദന്മാരാണ് വിഷ്ണു ലോകത്തുനിന്ന്. അപ്പോൾ 4 കൈകളുള്ള 2 പേരും, ശ്യാമോ, ശ്യാമളമായ നിറമുള്ള 2 പേര്, കിശോരോ എന്ന് വെച്ചാൽ വളരെ ചെറുപ്പം, യൗവനപ്രായം, അരുണാംബുജ ഈക്ഷണോ അതായത് ചുവന്ന താമരപ്പൂ പോലെയുള്ള കണ്ണുകളുള്ളവർ, സ്ഥിതൗ അവർ വന്നു നിന്നു, അവഷ്ടഭ്യ അതായത് അവഷ്ടഭ്യ ഗദാം കയ്യിൽ ഗദ ഉണ്ടായിരുന്നു അവരുടെ, സുവാസസൗ വിശേഷ വസ്ത്രങ്ങളും ധരിച്ചിട്ടുണ്ട്, കിരീടം അണിഞ്ഞിട്ടുണ്ട്, ഹാരം കണ്ടാഭരണമുണ്ട്, അങ്കദം കങ്കണങ്ങളുണ്ട്, ചാരുകുണ്ടലവും മനോഹരമായ കർണാഭരണങ്ങളോടും കൂടി കയ്യിൽ ഗദ പിടിച്ചു നിൽക്കുന്ന ഭഗവാന്റെ പോലെ തന്നെ ശ്യാമളവർണ്ണമുള്ള യൗവനപ്രായമായ 4 കൈകളോടുകൂടിയ ചുവന്ന താമരപ്പൂ പോലെ കണ്ണുകളോടുകൂടിയ 2 ദേവന്മാർ ആ വിമാനത്തിൽ നിന്നും തൻ്റെ നേർക്ക് ഇറങ്ങി വരുന്നതായിട്ട് ധ്രുവൻ കണ്ടു. ശ്ലോകം 21 വിജ്ഞായ തൗ ഉത്തമഗായ കിങ്കരൗ അഭ്യുത്ഥിത സാധ്വസ വിസ്മൃതക്രമഃ നാമാനി ഗൃണൻ മധുദ്വിഷഃ പാർഷത്പ്രധാനൗ ഇതി സംഹത അഞ്ജലി. വിജ്ഞായ, ധ്രുവന് മനസ്സിലായ ശേഷം തൗ അവർ 2 പേരും ഉത്തമഗായ അതായത് ഭഗവാൻ ശ്രീഹരിയുടെ കിങ്കരൗ പാർഷദന്മാരാണെന്ന് ധ്രുവന് മനസ്സിലായി. വിജ്ഞായ എന്ന് വെച്ചാൽ മനസ്സിലായി. പക്ഷെ എന്താ സംഭവിച്ചെന്നാ, അവരെ അങ്ങോട്ട് കണ്ടപ്പോഴേ വിഷ്ണു ലോകത്തു നിന്ന് വന്ന ഭഗവാന്റെ പാർഷദന്മാരെ കണ്ടപ്പോൾ ആകെ പരിഭ്രമിച്ചു. അതാണ്ടായത് സാധ്വസ വിസ്മൃതക്രമ
അവരെ കണ്ടപ്പോൾ ഉണ്ടായ സാധ്വസ പരിഭ്രമത്താൽ വിസ്മൃതക്രമ, അത്രയും വലിയ വിശിഷ്ടന്മാരായ ദേവന്മാരെ കണ്ടിട്ട് അവരെ ആദരപൂർവ്വം സ്വീകരിക്കാൻ അദ്ദേഹം മറന്നുപോയി എന്ന്. പരിഭ്രമം കൊണ്ട്, അവരെ കണ്ട പരിഭ്രമം കൊണ്ട് അവരെ എങ്ങനെ ആദരവോടുകൂടി ഉചിതമായി സ്വീകരിക്കേണ്ടത്, നമസ്കരിക്കേണ്ടത് എന്നൊരു നിമിഷം പെട്ടെന്ന് മറന്നുപോയി. എന്നാൽ പിന്നീട് ഓർമ്മ വന്നപ്പോൾ അഭ്യുത്ഥിത, പെട്ടെന്ന് ഇരിക്കുന്നവിടത്ത് നിന്ന് ധ്രുവൻ എഴുന്നേറ്റു. എന്നിട്ട് നനാമ നാമാനി ഗൃണൻ, ഭഗവാന്റെ നാമങ്ങൾ ചൊല്ലിക്കൊണ്ട് നനാമ, അവരെ നമസ്കരിച്ചു. മധുദ്വിഷ എന്ന് വെച്ചാൽ ഭഗവാന്റെ നാമാനി ഗൃണൻ, നാമങ്ങൾ ചൊല്ലിക്കൊണ്ട് ധ്രുവൻ അവരെ നമസ്കരിച്ചു. പാർഷദ് പ്രധാനവും ഇതി, ആ ഭഗവാന്റെ പ്രധാന പാർഷദ, മുഖ്യ പാർഷദന്മാരായിരുന്നു അവർ രണ്ടുപേരും. അങ്ങനെ സംഹത അഞ്ജലി, ധ്രുവൻ ഉടൻ തന്നെ കൈകൾ രണ്ടും കൂപ്പി അവരെ നനാമ, നമസ്കരിച്ചു എന്ന്. അപ്പം വിമാനം വന്ന് നിൽക്കുന്നത് കണ്ടു. പിന്നീടാണ് അതിലേക്ക് നോക്കിയപ്പോൾ ഭഗവാന്റെ അതേപോലെ തന്നെ രണ്ട് പാർഷദന്മാരായിരുന്നു അത് എന്ന് കണ്ടു. അവരെ കണ്ട മാത്രയിൽ തോന്നിയ പരിഭ്രമത്താൽ ഉചിതമായി അവരെ നമസ്കരിക്കാൻ പെട്ടെന്ന് മറന്നുപോയി ധ്രുവൻ. എങ്കിലും പിന്നീട് ഓർമ്മ വന്നപ്പോൾ ഇരിക്കുന്നിടത്തുനിന്ന് ചാടി എഴുന്നേറ്റ് ധ്രുവൻ ആ ഭഗവാന്റെ നാമങ്ങൾ ജപിച്ചുകൊണ്ട് ഭഗവാന്റെ ആ മുഖ്യ പാർഷദന്മാരെ രണ്ടുപേരും എന്താ പറയുക, കൈകൾ രണ്ട് കൂപ്പി അവരെ നമസ്കരിച്ചു എന്നാണ് പറയുന്നത്. ശ്ലോകം 22. തം കൃഷ്ണപാദ അഭിനിവിഷ്ട ചേതസം ബന്ധാഞ്ജലിം പ്രശ്രയ നാമകന്ധരം നമ്രകന്ധരം സുനന്ദനന്ദൗ ഉപസൃത്യ സസ്മിതം പ്രത്യുച്ഛതുഹു പുഷ്കരനാഭ സമ്മതൗ. അപ്പം തം, ആ ധ്രുവനോട് കൃഷ്ണപാദ അഭിനിവിഷ്ട ചേതസം, ഭഗവാന്റെ പാദപങ്കജങ്ങളിൽ അർപ്പിതമായ മനസ്സോടെ ബദാഞ്ജലിയും കൈകൾ കൂപ്പി പ്രശ്രയ നമ്ര കന്ധരം, വളരെ വിനീതമായിട്ട് ശിരസ് തങ്ങളുടെ മുന്നിൽ കുനിച്ചു നിൽക്കുന്ന ആ ധ്രുവനോട്, അതാണ് ഭഗവാന്റെ പാതാരവിന്ദങ്ങളിൽ അർപ്പിതമായ മനസ്സോടുകൂടി കൈകൾ കൂപ്പി തങ്ങളുടെ മുന്നിൽ ശിരസ് കുനിച്ച് നമസ്കരിച്ച് നിൽക്കുന്ന ആ ധ്രുവനോട് അവരെന്താ പറഞ്ഞത്? സുനന്ദൗ നന്ദൗ, ആ രണ്ട് ദേവന്മാരുടെ പേര് സുനന്ദൻ എന്നും നന്ദൻ എന്നുമാണ്. ഉപസൃത്യ, അവർ ധ്രുവന്റെ അടുത്തേക്ക് വന്നിട്ട് സസ്മിതം, പതുക്കൊന്ന് പുഞ്ചിരിച്ചിട്ട് പ്രത്യുച്ഛതോ, ഇപ്രകാരം പറഞ്ഞു. പുഷ്കരനാഭ സമ്മതോ, ആ പങ്കജനാഭനായ ഭഗവാൻ മഹാവിഷ്ണുവിൻ്റെ വിശ്വസ്ത സേവകരായ സുനന്ദനും നന്ദനുമായിരുന്നു അവർ രണ്ടുപേരും ധ്രുവന്റെ അടുത്തേക്ക് വന്ന് ഒന്ന് പുഞ്ചിരിച്ചുകൊണ്ട് ധ്രുവനോടായി ഇപ്രകാരം പറഞ്ഞു എന്ന്. അപ്പോൾ ഭഗവാന്റെ പാതാരവിന്ദങ്ങളിൽ മനസ്സാൽ അർപ്പിച്ച, കൈകൾ കൂപ്പി തങ്ങളുടെ മുന്നിൽ തൊഴുകൈക്കൂടെ ശിരസ്സു കുനിച്ച് നിൽക്കുന്ന ആ ധ്രുവനോട് ഭഗവാന്റെ വിശിഷ്ട സേവകന്മാരായ സുനന്ദനും നന്ദനും ധ്രുവന്റെ അടുത്തേക്ക് വന്നുകൊണ്ട് പുഞ്ചിരിച്ച് ധ്രുവനോട് ഇപ്രകാരം പറഞ്ഞു. ശ്ലോകം 23. സുനന്ദ നന്ദൗ ഊചതു, സുനന്ദനും നന്ദനും പറഞ്ഞത് ഇപ്രകാരം. ഭോ ഭോ രാജൻ സുഭദ്രം തേ വാചം ന അവഹിതഃ ശൃണു യഹ പഞ്ചവർഷ തപസാ ഭവാൻ ദൈവം ദൈവം അതീതൃപത്. ഇപ്പൊ സുനന്ദനും നന്ദനും പറഞ്ഞത്, ഭോ ഭോ രാജൻ, അല്ലയോ പ്രിയപ്പെട്ട ധ്രുവ മഹാരാജാവേ, തേ സുഭദ്രം, അങ്ങേക്ക് മംഗളം ഭവിക്കട്ടെ. വാചം, വാക്കുകൾ, നഹ, ഞങ്ങളുടെ, അവിഹിതം, അവഹിത എന്ന് വെച്ചാൽ വളരെ ശ്രദ്ധയോടെ, ശൃണു, നീ കേൾക്കണം. ഞങ്ങൾ ഈ പറയാൻ പോകുന്ന കാര്യം അങ്ങ് വളരെ ശ്രദ്ധയോടെ കേൾക്കൂ. യഹ, ഏതൊരു, പഞ്ചവർഷ, 5 വയസ്സ് മാത്രം പ്രായമുള്ള അങ്ങ് തപസ് ചെയ്തുകൊണ്ട്, ഭവാൻ എന്ന് വെച്ചാൽ അങ്ങ് തപസ്സുകൊണ്ട്, ദൈവം അതീതൃപത്, ആ ഭഗവാനെ 5 വയസ്സുള്ളപ്പോൾ തന്നെ സംതൃപ്തനാക്കിയിട്ടുണ്ട് എന്ന്. അപ്പോൾ ഭഗവാന്റെ പാർഷദന്മാരായ സുനന്ദനും നന്ദനും പറഞ്ഞത്, അല്ലയോ രാജാവേ, അങ്ങേക്ക് മംഗളം വരട്ടെ. ഞങ്ങൾ പറയാൻ പോകുന്ന കാര്യം അങ്ങ് ശ്രദ്ധയോടെ കൂടി കേട്ടുകൊള്ളുക. വെറും 5 വയസ്സ് മാത്രം പ്രായമുള്ളപ്പോൾ തന്നെ തപസ് ചെയ്ത് അങ്ങ് ആ ഭഗവാനെ സംതൃപ്തനാക്കിയിട്ടുണ്ട്. അന്നേ അനുഗ്രഹം കിട്ടി ആ ഭഗവാന്റെ പാതാരവിന്ദങ്ങളിലേക്ക്, പരമപദത്തിലേക്ക് എത്തിച്ചേരുമെന്ന്. പക്ഷെ അന്ന് മനസ്സുകൊണ്ട് അതിനുള്ള യോഗ്യത ഉണ്ടായിരുന്നില്ല. അനുഗ്രഹം കിട്ടി, മനസ്സുകൊണ്ട് അതിനുള്ള യോഗ്യത ഉണ്ടായിരുന്നില്ല. കാരണം അന്ന് തപസ് ചെയ്തത് ചിറ്റമ്മയോടുള്ള
ദേഷ്യമായിരുന്നു. കോപം കൊണ്ട് പ്രതികാരം ചെയ്യാൻ വേണ്ടിയിട്ട് ഭഗവാനെ തപസ് ചെയ്തതായിരുന്നു. അതുകൊണ്ട് മനസ്സിന് പാകത വന്നിട്ടില്ല. അതുകൊണ്ടാണ് 36,000 വർഷം ഇനി ഇവിടെ ജീവിച്ചോ എന്ന് ഭഗവാൻ പറഞ്ഞത്. കാരണം എത്ര വലിയ അനുഗ്രഹം കിട്ടിയാലും ഭൂമിയിൽ നിന്നൊരു മുക്തി വരണമെങ്കിൽ അത് ഇവിടെ ജീവിച്ച് 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 ജീവിച്ച്, ഞാൻ അന്ന് പറഞ്ഞിരുന്നില്ലേ, ഉപേക്ഷിക്കലല്ല ഈ ജീവിതം, ഈ ഭൗതികമായ സകലതും വേണ്ടാതാകുന്നൊരവസ്ഥയിൽ ആ പോയിന്റിലേക്ക് എപ്പോഴെത്തുന്നു അപ്പോഴാണ് ആ മുക്തി വരുള്ളൂ. ഉപേക്ഷിച്ചാൽ ഒരിക്കലും മുക്തി വരില്ല എന്നുള്ള യാഥാർത്ഥ്യം ഭാഗവതത്തിലൂടെ ഭഗവാൻ പലവട്ടം പറഞ്ഞു തരുന്നു. ഒന്നും ഉപേക്ഷിച്ചുകൊണ്ട് ഒന്നിനെയും നേടിപ്പിടിക്കാൻ, ആത്മീയതയെ പിടിച്ചെടുക്കാനായിട്ട് ഒരിക്കലും ശ്രമിക്കരുത്. അത് സാധ്യമല്ല. കാരണം ഇപ്പം ധ്രുവന് അനുഗ്രഹം കിട്ടി പരമപദത്തിൽ എത്തിച്ചേരുന്നു. പക്ഷെ എത്തിയില്ലല്ലോ. അനുഗ്രഹം ഉണ്ടായിരുന്നു. എത്തണമെങ്കിൽ ഭൂമിയിൽ ജീവിക്കണം. ജീവിച്ച് ജീവിച്ച് സുഖദുഃഖ സമ്മിശ്രമായ നേട്ടങ്ങളുണ്ടാവും, നഷ്ടങ്ങളുണ്ടാവും, പരാജയപ്പെടും, വിജയിക്കും. പലതും മാറി മാറി വരുന്ന ഈ അവസ്ഥയെ അനുഭവിച്ച് പല പല ജന്മങ്ങളിലൂടെ പാകപ്പെട്ട് അവസാനം ഇവിടെ കാണുന്നതിനോടൊന്നും മനസ്സുകൊണ്ട് ആസക്തിയില്ലാതെ, മമതയില്ലാതെ ഇത് വേണ്ടാതാകുന്ന ഒരവസ്ഥ എപ്പോ മനസ്സിൽ സംജാതമാകുന്നു, ആ ഒരു പോയിന്റിൽ എത്തുമ്പോഴാണ് നമ്മൾ അടുത്ത മുക്തി. ഇനി ഭൂമിയിൽ ഒരു ജന്മം ഇല്ലാത്ത അവസ്ഥയിലുള്ള, ഭൂമിയിൽ ഒരു ജന്മമില്ല എന്നൊരവസ്ഥയിലേക്ക്, ആ മുക്തിയിലേക്ക് എത്തുന്നത്. സ്ഥൂല ശരീരം എടുക്കേണ്ട ആവശ്യമില്ലാത്ത രീതിയിൽ ഒരു മുക്തിയിലേക്ക് ആ പോയിന്റിൽ എത്തുമ്പോഴാണ് എത്തുന്നത്. അതെത്തണമെങ്കിൽ നമ്മൾ ജീവിച്ച് തന്നെ എക്സ്പീരിയൻസ് ചെയ്യണം. ഇത് എക്സ്പീരിയൻസ് ചെയ്യാനുള്ള അറിവ് കിട്ടണമെങ്കിൽ ഒരു ഗുരു നമുക്ക് തീർച്ചയായിട്ടും ഉണ്ടാവണം. ആ പറഞ്ഞു തരുന്ന അറിവിലൂടെ നമ്മൾ ജീവിക്കണം. ജീവിച്ച് എക്സ്പീരിയൻസ് ചെയ്തിട്ട് നമുക്കിത് വേണ്ടാതാകുന്ന ഒരവസ്ഥ മനസ്സിലെത്തണം. ആ പോയിന്റിലേക്ക് എത്തണമെങ്കിൽ എക്സ്പീരിയൻസ് തന്നെയേ രക്ഷയുള്ളൂ, ജീവിതം തന്നെ അതുകൊണ്ട് സാധ്യമാവുള്ളൂ. അങ്ങനെ ആ പോയിന്റിലേക്ക് ധ്രുവൻ എത്തിയപ്പോഴാണ് ഭഗവാന്റെ പാർഷദന്മാർ ധ്രുവനെ കൂട്ടിക്കൊണ്ടു പോവാനായിട്ട് വന്നത്. ശ്ലോകം 24. തസ്യ അഖില ജഗദ്ദാതു ആവാം ദേവസ്യ ശാർഗിണഃ പാർഷദൗ ഇഹ സംപ്രാപ്തൗ നേതും ത്വാം ഭഗവത്പദം. തസ്യ ആ അഖില ജഗദ്ദാതും, ഈ മുഴുവൻ ലോകത്തിൻ്റെ സൃഷ്ടാവും, ദേവസ്യ ശാർഗിണഃ, ശാർഗം എന്ന വില്ല് കയ്യിലേന്തിയവനുമായ ആ ഭഗവാൻ വാസുദേവൻ്റെ പാർഷദന്മാരായ ഞങ്ങൾ ഇഹ ഇവിടെ വന്നിരിക്കുന്നത്, സംപ്രാപ്തൗ ഇഹ സംപ്രാപ്തൗ ഇവിടെ വന്നിരിക്കുന്നത്, നേതും കൂട്ടിക്കൊണ്ടുപോവാനാണ്, ത്വാം അങ്ങയെ ഭഗവത്പദം, അങ്ങയെ ആ ഭഗവാന്റെ പരമപദത്തിലേക്ക് കൂട്ടിക്കൊണ്ടു പോവാനാണ്. ഭഗവാന്റെ പാർഷദന്മാരായ ഞങ്ങൾ ഇവിടെ, ഈ മുഴുവൻ ലോകത്തിൻ്റെ സൃഷ്ടാവും ശാർഗം എന്ന ആയുധം കയ്യിലേന്തിയവനുമായ ഭഗവാന്റെ പാർഷദന്മാരായ ഞങ്ങൾ ഇവിടെ വന്നിരിക്കുന്നത് അങ്ങയെ ആ പരമപദത്തിലേക്ക്, വിഷ്ണു ലോകത്തിലേക്ക് കൂട്ടിക്കൊണ്ടുപോകാനാണ് വന്നിരിക്കുന്നത്. ശ്ലോകം 25. സുദുർജയം വിഷ്ണുപദം ജിതം ത്വയാ യത് സൂരയ അപ്രാപ്യ വിചക്ഷതേ പരം ആതിഷ്ഠ തത് ചന്ദ്രദിവാകരാദയ ഗ്രഹ ഋക്ഷതാര പര്യന്തി ദക്ഷിണം. സുദുർജയം, നേടാൻ വളരെ പ്രയാസമുള്ള വിഷ്ണുപദം, ആ മഹത്തായ വിശേഷമായ വിഷ്ണുപദം, ജിതം ത്വയാ അങ്ങിതാ നേടിയിരിക്കുന്നു. യത് ആ സ്ഥാനമുണ്ടല്ലോ, സൂരയ ദേവന്മാരും മഹർഷിമാരും ഒക്കെ അപ്രാപ്യ അവർക്ക് നേടാൻ പറ്റാത്ത, വിചക്ഷതേ നേടാൻ പറ്റാത്ത പരമമായ ഒരു പദമാണ്, ആ സ്ഥാനമാണത്. അതിനെ വിചക്ഷതേ എന്ന് വെച്ചാൽ കൊതിയോടെ നോക്കി നിൽക്കുകയാണ് അവർ ചെയ്യുന്നത് എന്ന്. മഹർഷിമാരും ദേവന്മാരെ എവിടെ ഉണ്ടാവുക? സ്വർലോകത്തിൽ, ഭൂമിയുടെ തൊട്ട് മുകളിലുള്ള സ്വർലോകത്തിലാണ് ദേവന്മാരുണ്ടാവുന്നത്. അത് ഈ അതിൻ്റെ ഒക്കെ മുകളിലാണ് വിഷ്ണു ലോകം ഇരിക്കുന്നത്. അപ്പോൾ മഹർഷിമാരും ദേവന്മാരും ഒക്കെ എത്തിപ്പെടാൻ ആഗ്രഹിച്ച് കൊതിയോടുകൂടി നോക്കുന്ന, ആ താഴെ നിന്ന് നോക്കുന്ന ആ ഊർധ്വലോകമാകുന്ന പരമപദമാകുന്ന ആ വിഷ്ണുപദത്തിലേക്കാണ് എത്തിപ്പെടാൻ അത്യധികം ബുദ്ധിമുട്ടേറിയ ആ വിഷ്ണുപദത്തിലേക്ക്, പരമപദത്തിലേക്കാണ് അങ്ങിപ്പോൾ എത്തിയിരിക്കുന്നത്. ആ തിഷ്ഠ, ഈ പരമപദത്തിലേക്ക് അങ്ങ് അത് എന്ന് വെച്ചാൽ ആ പരമപദത്തിലേക്ക് ആ തിഷ്ഠ അങ്ങ് വരൂ. ഇതിൻ്റെ പ്രത്യേകത ചന്ദ്രദിവാകരാദയ, സൂര്യനും ചന്ദ്രനും മുതലായവർ, ഗ്രഹരക്ഷതാര, നക്ഷത്രങ്ങൾ, ഗ്രഹങ്ങൾ, നവഗ്രഹങ്ങൾ, നക്ഷത്രങ്ങൾ ഇവയെല്ലാം പര്യന്തി ദക്ഷിണം, ചുറ്റിത്തിരിയാണെന്ന്, പ്രദക്ഷിണം ചെയ്തുകൊണ്ട് ചുറ്റിത്തിരിയുന്ന ആ ലോകമാണ് ഈ വിഷ്ണു ലോകം. അവിടേക്ക്
അങ്ങ് ഇനി വരൂ എന്ന് പറഞ്ഞിട്ട് എന്നാണ് അവർ പറയുന്നത്. അപ്പം ദേവന്മാരും മഹർഷിമാരൊക്കെ എത്താൻ ആഗ്രഹിച്ച് കൊതിയോടെ നോക്കി നിൽക്കുന്ന, അവരുടെ ലോകത്തിനും മുകളിൽ നിൽക്കുന്ന, എത്തിപ്പെടാൻ അത്യധികം പ്രയാസമേറിയ ആ പരമപദത്തെയാണ് അങ്ങിപ്പോൾ നേടിയിരിക്കുന്നത്. സൂര്യചന്ദ്രാദികളും നവഗ്രഹങ്ങളും നക്ഷത്രങ്ങളും കൂട്ടം കൂട്ടമായിട്ട് ഇങ്ങനെ പ്രദക്ഷിണം ചെയ്തുകൊണ്ട് ചുറ്റിത്തിരിയുന്ന ആ പരമപദത്തിലേക്ക് അങ്ങിനി വരൂ, അങ്ങയെ കൂട്ടിക്കൊണ്ടുപോകാനാണ് ഞങ്ങൾ വന്നിരിക്കുന്നത് എന്ന് ഭഗവാന്റെ പാർഷദന്മാർ ധ്രുവനോട് പറയുകയാണ്. ഇനി ഇതിൻ്റെ ബാക്കി നമുക്ക് നാളെ